നമസ്കാരം പ്രിയപ്പെട്ടവരെ. എൻ്റെ നാട്ടിൽ കുട്ടിക്കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്. ബുദ്ധിമാനായ കച്ചവടക്കാരൻ പോക്കറിനെ കുറിച്ച്. പോക്കർ മഴക്കാലത്ത് നാട്ടിലെ പുഴയിലൂടെ ഒഴുകി വരുന്ന തടി സാഹസികമായി പിടിച്ചെടുത്ത് നാട്ടിൽ തന്നെയുള്ള മരപ്പണിക്കാർക്ക് വിൽക്കും. അവരത് വെച്ച് കട്ടിലോ മേശയോ ഒക്കെ പണിയും. ഫേണിച്ചർ റെഡിയായി കഴിയുമ്പോൾ പോക്കർ തന്നെ പോയി അത് വാങ്ങും. എന്നിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വലിയ വിലയ്ക്ക് വിൽക്കും. പലപ്പോഴും പുഴയിൽ ഒഴുകി ആ തടി എവിടെ നിന്നാണോ വന്നത് അവിടെ ആ മരത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാകും അയാളുടെ പറമ്പിൽ നിന്ന് ഒഴുകിപ്പോയ ആ തടി കൊണ്ടുണ്ടാക്കിയ ഫേണിച്ചർ വലിയ വിലയ്ക്ക് വാങ്ങുക എന്ന് പലരും ഫലിതം പറയാറുണ്ട്. പറഞ്ഞു വന്നത്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ അസാധാരണമായ ആത്മവിശ്വാസവും മെയ്വഴക്കവും ആർക്ക് മുന്നിലും തോറ്റുകൊടുക്കില്ലെന്ന നിലപാടും കൊണ്ട് കാശുണ്ടാക്കുന്ന ചില കഥാപാത്രങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാകും. ആരോടും പ്രത്യക്ഷത്തിൽ അവർക്ക് ശത്രുതയില്ല. എന്നാൽ ഇടയാൻ വന്നാൽ പെശകായി മാറുന്ന ചില ആളുകൾ. നാട്ടിലെ മുഴുവൻ പ്രശ്നമോ കലാപമോ ഉണ്ടാകുമ്പോഴും അതിനിടയിലൂടെ എല്ലാവരെയും തഞ്ചത്തിൽ കയ്യിലെടുത്ത് അവനവൻ്റെ കാര്യം നടത്തിയെടുക്കുന്നവർ. അതൊരു മെയ്വഴക്കമാണ്. കളിത്തട്ട് നന്നായി മനസ്സിലാക്കിയവൻ്റെ മനക്കണ്ണാലെയുള്ള മാന്ത്രിക ചുവടുകളാണത്. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് പോലെ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. യുക്രൈൻ യുദ്ധമാണ് ഈ കഥയിലെ വില്ലനും വഴിത്തിരിവും. റഷ്യയിൽ എണ്ണ ഖനനം ചെയ്യാൻ ധാരാളം കിണറുകളുണ്ടെങ്കിലും ആ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലുമാക്കുന്ന റിഫൈനറികൾ സ്ഥിതി ചെയ്യുന്നത് യുക്രൈൻ അതിർത്തിയോട് ചേർന്നാണ്. യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യയുടെ ഭീമൻ റിഫൈനറികൾ തകർന്ന് തരിപ്പണമായപ്പോൾ റഷ്യയിൽ പെട്രോൾ ക്ഷാമം രൂക്ഷമായി. അവിടെ ഇന്ത്യ എന്ന ഗെയിം ചേഞ്ചർ രംഗപ്രവേശം ചെയ്യുന്നു. ഗുജറാത്തിലെ ജാംനഗറിലും വാദിനാറിലുമുള്ള ഓയിൽ റിഫൈനറികൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധീകരണശാലകളാണ്. വലിയ എണ്ണ ഉൽപ്പാദകരല്ലെങ്കിലും കൊണ്ടുവരുന്ന എണ്ണ ലോകോത്തര നിലവാരത്തിൽ ശുദ്ധീകരിക്കാൻ ഇന്ത്യയെ കഴിഞ്ഞയാളുള്ളൂ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണം റഷ്യയിൽ നിന്ന് ആരും എണ്ണ വാങ്ങാതിരുന്നപ്പോൾ ഇന്ത്യ മുന്നോട്ട് വന്ന് വൻ വിലക്കിഴിവിൽ കോടിക്കണക്കിന് ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി. ഈ ദിവസങ്ങളിൽ എത്തുന്നത് പ്രതിദിനം 26 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. ഈ റഷ്യൻ എണ്ണ ഇന്ത്യയിലെ റിഫൈനറികളിൽ എത്തിച്ച് പ്രീമിയം ക്വാളിറ്റി പെട്രോളും ഡീസലുമായി മാറ്റി. അന്താരാഷ്ട്ര ഇടനിലക്കാർ വഴി കപ്പൽ മാർഗം തിരികെ റഷ്യയിലെ പെട്രോൾ പമ്പുകളിലേക്ക് തന്നെ വിൽക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി റഷ്യ എന്ന എണ്ണ ഉൽപ്പാദക രാജ്യം ഇന്ത്യയിൽ നിന്ന് റിഫൈൻഡ് എണ്ണ ഇമ്പോർട്ട് ചെയ്തു. ഈ കച്ചവടം കൊണ്ട് ഇന്ത്യക്ക് 3 നേട്ടങ്ങളാണുള്ളത്. ഒന്നാമതായി, കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിയതോടെ രാജ്യത്തെ ഇന്ധനവില വലിയ തോതിൽ കൂടാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. രണ്ടാമതായി, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉയർന്ന അന്താരാഷ്ട്ര വിലയ്ക്ക് വിൽക്കുന്നതിലൂടെ ഇന്ത്യൻ റിഫൈനറികൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രോസ് റിഫൈനിങ് മാർജിൻ കിട്ടി. മൂന്നാമത്, എല്ലാറ്റിനുമുപരി അമേരിക്കയും യൂറോപ്പും ഈ എണ്ണക്കളിയിൽ ഇന്ത്യക്കെതിരെ അനങ്ങില്ല എന്ന് ഉറപ്പിച്ചു. കാരണം ഇന്ത്യ ഈ റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് വിപണിയിൽ എത്തിച്ചില്ലെങ്കിൽ ലോകത്താകെ ഇന്ധനവില കുതിച്ചുവരും. ചുരുക്കത്തിൽ, അമേരിക്കയെ പിണക്കാതെയും റഷ്യയെ കൈവിടാതെയും ലോകത്തിൻ്റെ ഇന്ധന എഞ്ചിൻ സദാ ചലിപ്പിക്കുന്ന ബുദ്ധിമാനായ ഇടനിലക്കാരനായി ഇന്ത്യ മാറി. ഓരോ സെക്കൻഡിലും മാറുന്ന ജിയോ പൊളിറ്റിക്സിനെ എങ്ങനെ തങ്ങൾക്കനുകൂലമായ ബിസിനസ് അവസരമാക്കി മാറ്റാമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. നാട്ടിലെ ആ തടിക്കച്ചവടക്കാരൻ പോക്കറെ പോലെ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ഏറ്റവും പുതിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് കണക്കുകൾ പ്രകാരം ഭൂമിയിലെ എല്ലാ വൻ ശക്തികളെയും പിന്നിലാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ നമ്മൾ ലോകത്ത് 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഏറ്റവും പുതിയ IMF റിപ്പോർട്ട് പറയുന്നത് 2026 ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 6.48% അമേരിക്കയും ചൈനയും പോലുള്ള വമ്പൻ സമ്പദ് വ്യവസ്ഥകൾ ആകെ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ മുന്നിലാണെങ്കിലും അവരുടെ വളർച്ചാ നിരക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ മന്ദഗതിയിലാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2025-2026 സാമ്പത്തിക വർഷത്തിൽ 7.7% വളർന്നു. ഇത് IMF മാത്രം പറയുന്നതല്ല. വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, OECD, ലോകത്തിലെ പ്രധാന സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം അടുത്ത വർഷങ്ങളിലും ഇന്ത്യ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായിരിക്കുമെന്ന് പ്രവചിക്കുന്നു. ചൈനയേക്കാൾ വേഗത്തിൽ, അമേരിക്കയേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ, ജർമ്മനിയെയും ജപ്പാനെയും അപേക്ഷിച്ച് 8 ഇരട്ടിയോളം വേഗത്തിൽ ഇന്ത്യ ഗ്രോ ചെയ്യുകയാണ്.
ഇത് ഒരു വർഷത്തെ ഭാഗ്യമല്ല ഭായ്, ഇതൊരു ഘടനാപരമായ മാറ്റത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, എന്താണ് ഇപ്പോൾ ഇന്ത്യ വ്യത്യസ്തമായി ചെയ്തത്? ഉത്തരം, സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച പണം ചെലവായി അല്ല കണ്ടത്, നിക്ഷേപമായാണ്. ഒരു കുടുംബത്തെ കാര്യം ഉദാഹരണമായി പറയാം. ഓരോ മാസവും കിട്ടുന്ന ശമ്പളം മുഴുവൻ ഭക്ഷണത്തിനും ചെലവുകൾക്കും മാത്രം ഉപയോഗിച്ചാൽ ആ കുടുംബം ജീവിച്ചു പോകുമായിരിക്കും. പക്ഷേ ഭാവി മാറില്ല. അതേ കുടുംബം അതിലെ ഒരു ഭാഗം ഉപയോഗിച്ച് ഒരു കടമുറി കെട്ടി വാടകയ്ക്ക് കൊടുക്കുകയോ ഒരു സംരംഭം തുടങ്ങുകയോ ഒരു വരുമാനം വരുന്ന തരത്തിൽ വാഹനം ഉപയോഗിക്കുകയോ ചെയ്താലോ അത് ചെലവല്ല, നിക്ഷേപമാണ്. അതുതന്നെയാണ് ഇന്ത്യ ദേശീയ തലത്തിൽ ചെയ്യുന്നത്. 2014-15 കേന്ദ്ര സർക്കാരിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏകദേശം 2 ലക്ഷം കോടിയായിരുന്നു. 2026-27 കേന്ദ്ര ബജറ്റിൽ അത് എത്രയാണെന്ന് അറിയാമോ? 12 ലക്ഷം കോടിക്ക് മുകളിൽ. 2 ലക്ഷം കോടിയും 12 ലക്ഷം കോടിയും തമ്മിലെ വ്യത്യാസം അക്കങ്ങളുടെ മാത്രമല്ല, അത് നിക്ഷേപിച്ച രീതിയാണ്. 12 വർഷത്തിനിടെ സർക്കാർ ഉൽപാദനക്ഷമമായ ആസ്തികളിലേക്കുള്ള നിക്ഷേപം 6 ഇരട്ടിയിലേറെ വർദ്ധിപ്പിച്ചു. ഈ പണം ശമ്പളത്തിനോ സബ്സിഡിക്കോ വേണ്ടിയല്ല ചെലവഴിച്ചത്. ദേശീയപാതകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ ഊർജ മേഖലകൾ, ജലപാതകൾ, വ്യവസായ പാർക്കുകൾ. അതാണ് ഈ നിക്ഷേപത്തിലെ ബുദ്ധി. ഇത്തരം നിക്ഷേപങ്ങൾ അടുത്ത 50 വർഷത്തേക്കുള്ള ഉൽപാദന ശേഷിയാണ് സൃഷ്ടിച്ചത്. പലർക്കും ഒരു സംശയമുണ്ട്, റോഡ് പണിതാൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും GDPയും എങ്ങനെ വളരും? ഉദാഹരണം നോക്കാം. ചെന്നൈയിൽ നിന്ന് ബോംബെയിലേക്ക് ചരക്കുമായി ഒരു ലോറിക്ക് പോകാൻ മുമ്പ് 5 ദിവസം എടുത്തുവെന്ന് കരുതുക. ഇന്ന് 72 മണിക്കൂറാണ്, അഥവാ 3 ദിവസം. അതിൻ്റെ അർത്ഥം എന്താണ്? അതേ ലോറിക്ക് കൂടുതൽ ട്രിപ്പുകൾ നടത്താം, ഡീസൽ ലാഭിക്കാം, ചരക്ക് വേഗത്തിലെത്തും, കമ്പനിയുടെ ചെലവ് കുറയും, ഉപഭോക്താവിന് സാധനം വേഗത്തിൽ ലഭിക്കും, രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമത ഉയരും. അതുകൊണ്ടാണ് പുതിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ റോഡിനെ ചെലവായി കാണാത്തത്, പകരം പ്രൊഡക്റ്റീവ് മെഷീനായി കാണുന്നത്. ഇന്ത്യയുടെ ദേശീയപാത ശൃംഖല 2014 91,000 കിലോമീറ്ററിൽ നിന്ന് ഇന്ന് 1.46 ലക്ഷം കിലോമീറ്ററിലേറെയായി വളർന്നു. എക്സ്പ്രസ് വേകൾ 93 കിലോമീറ്റർ മാത്രമായിരുന്നു, ഇന്നത് 3000 കിലോമീറ്ററിലധികമായി. ഇത് വെറും കോൺക്രീറ്റ് അല്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ രക്തധമനികളാണ്. ഓരോ പുതിയ റോഡും ഒരു പുതിയ വിപണിയെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്നു. ഓരോ പുതിയ എക്സ്പ്രസ് വേയും ഒരു പുതിയ വ്യവസായ ഇടനാഴി സൃഷ്ടിക്കുന്നു. ഇവയാണ് GDPയിൽ നമുക്ക് പിന്നീട് കാണുന്ന വളർച്ചയുടെ വിത്തുകൾ. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളും റേറ്റിംഗ് ഏജൻസികളും അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒരു ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നു. ലോകമാകെയുള്ള അനിശ്ചിതത്വങ്ങളെ മറികടന്ന് ലോക സാമ്പത്തിക രംഗം എങ്ങനെ മുന്നോട്ടു പോകും? റഷ്യ-ഉക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, ചെങ്കടലിലെ കപ്പൽ ഗതാഗത പ്രതിസന്ധി, ക്രൂഡ് ഓയിൽ വിലയിലെ കുതിച്ചുചാട്ടം, അമേരിക്കയിലെ ഉയർന്ന പലിശ നിരക്ക്, ശക്തമായ ഡോളർ, ആഗോള സപ്ലൈ ചെയിനുകളുടെ തകർച്ച, ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ലോകത്തിലെ മിക്ക സാമ്പത്തിക ശക്തികളുടെയും വളർച്ച മന്ദഗതിയിലായി. ജർമ്മനി ഏതാണ്ട് നിലച്ചു. ജപ്പാൻ പതിറ്റാണ്ടുകളായുള്ള മന്ദഗതിയിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായി കരകയറിയിട്ടില്ല. ചൈനയുടെ വളർച്ചയിലും പഴയ വേഗതയില്ല. അമേരിക്ക പോലും ഉയർന്ന പലിശ നിരക്കും പണപ്പെരുപ്പവും കാരണം വളർച്ച നിയന്ത്രിക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെക്കുറിച്ചും നിരവധി സംശയങ്ങൾ ഉയർന്നു. എണ്ണയുടെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യം, വലിയ ജനസംഖ്യ, വികസനത്തിനായി വൻതോതിൽ ഊർജം ആവശ്യമായ രാജ്യം, ലോകമാകമാനമായുള്ള വ്യാപാരത്തെ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥ. ഇങ്ങനെയുള്ള ഒരു രാജ്യം ഇത്രയും വലിയ പ്രതിസന്ധികൾ അതിജീവിക്കുമോ? എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ ലോകത്തിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചത് ഇൻഫ്രാസ്ട്രക്ചറിലെ ഇന്ത്യയുടെ ബുദ്ധിപൂർവമായ നിക്ഷേപം കൊണ്ട് മാത്രമല്ല, ഓരോ സെക്ടറിലും കഴിഞ്ഞ 10 ആണ്ടായി കണ്ടറിഞ്ഞു ചെയ്തിരിക്കുന്ന റിഫോർമേഷൻസ് കൊണ്ടുകൂടിയാണ്. രാജ്യമാകെ ഞരമ്പുകൾ പോലെ വളർന്നു പടർന്ന ഹൈവേകളും ബൈപ്പാസുകളും എക്സ്പ്രസ് വേകളും മാത്രമല്ല ഇന്ത്യയുടെ ഗ്രോത്ത് എഞ്ചിൻ. നിർമ്മാണ സേവന മേഖലകളിലെ പുരോഗതിയും റെക്കോർഡ് വാഹന വിൽപ്പനയും ശക്തമായ GST കളക്ഷനും സുസ്ഥിരമായ കയറ്റുമതിയുമെല്ലാം ലോകം ഉലയുന്ന വേളയിലും നമ്മുടെ ഇന്ത്യയെ ഭദ്രമാക്കി നിർത്തുന്നു. ലോകമാകെ വിതരണ ശൃംഖലകൾ നേരിട്ട വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ നിർമ്മാണ മേഖല ശക്തമായി മുന്നോട്ടു പോയി.
2026 ജൂണിലെ HSBCയുടെ ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI അഥവാ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡെക്സ് 54.2 ഉയർന്നു നിൽക്കുകയാണ്. തുടർച്ചയായ 37-ാം മാസമാണ് ഈ സൂചിക 50 പോയിന്റിന് മുകളിൽ തുടരുന്നത്. ഉൽപാദനം, പുതിയ ഓർഡറുകൾ, തൊഴിലവസരങ്ങൾ എന്നിവയിലെ തുടർച്ചയായ വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ രാജ്യത്തിന്റെ വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി സേവന മേഖല നിലകൊള്ളുന്നു. 2026 മെയ് മാസത്തിൽ 59.8 സൂചിക ഉയർന്നു. ഇത് ബിസിനസ് ആക്ടിവിറ്റി ഇൻഡെക്സ് ആണ്. 2025 നവംബറിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ വളർച്ചയാണിത്. അതുപോലെ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപാദനം വലിയ വേഗത കൈവരിച്ചിരിക്കുന്നു. വ്യാവസായിക ഉൽപാദന സൂചിക അതായത് IIP ഏപ്രിലെ 4.9% നിന്ന് 2026 മെയ് മാസത്തിൽ 5.1% ഉയർന്നു. രാജ്യത്തെ നിർമ്മാണ മേഖല 5.5% വളർച്ച നേടി. വൈദ്യുതി, ഗ്യാസ് വിതരണ രംഗത്ത് 9.9% വളർച്ചയുണ്ടായി. മോട്ടോർ വാഹനങ്ങളുടെ വിൽപ്പനയിൽ 14.5% ഗ്രോത്തും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ 20.8% ഗ്രോത്തുമുണ്ടായി. രാജ്യത്തിന്റെ വളർച്ചയുടെ കരുത്ത് വ്യക്തമാക്കിക്കൊണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപാദനം 12.9% വളർച്ച രേഖപ്പെടുത്തി. നികുതി പിരിവ് ഒരു നാടിന്റെ വളർച്ചയുടെ നേരളവുകോലാണ്. ശക്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണത്. 2026 ജൂണിൽ GST വരുമാനം 14% കൂടിയത്. 1.95 ലക്ഷം കോടിയാണ് ജൂണിലെ GST കളക്ഷൻ. ഈ സാമ്പത്തിക വർഷം ജൂൺ 17 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ നേരിട്ടുള്ള മൊത്തം നികുതി പിരിവ് 5.21 ലക്ഷം കോടി രൂപയിലെത്തി. ലോകത്തെ വൻകിട സാമ്പത്തിക പ്രവചന സിംഹങ്ങൾ ഒരുപോലെ വിചാരിച്ചതായിരുന്നു, ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയുടെ കരിനിഴൽ വീഴുമ്പോൾ, യുദ്ധങ്ങൾ ലോകവിപണിയെ ഉലയ്ക്കുമ്പോൾ, രൂപ ഡോളറിനെതിരെ 93 കടന്ന് ദുർബലമാകുമ്പോൾ ഇന്ത്യ എന്ന ഏഷ്യൻ കരുത്തൻ സാമ്പത്തികമായി തകർന്നടിയുമെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം കണക്കുകൾ കൂട്ടിയും കിഴിച്ചു നോക്കിയപ്പോൾ വികസ്വര വൻ ശക്തികളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് 6.48% എന്ന GDP വളർച്ചാ പ്രവചനവുമായി ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മേജർ എക്കോണമിയായി ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു. ഇത് വെറുമൊരു അക്കങ്ങളുടെ കളിയല്ല, മറിച്ച് കളിത്തട്ട് നന്നായി മനസ്സിലാക്കിയവന്റെ മനക്കണ്ണാലെയുള്ള മാന്ത്രിക ചുവടുകളാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com.